സോ ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൺഡേയിലെ അതായത് നെക്സ്റ്റ് വീക്കിലെ കുറച്ച് ട്രേഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ മെയിനായിട്ട് നോക്കാൻ പോണത്. സോ വീഡിയോ മറക്കാതെ തന്നെ മുഴുവനായിട്ട് കണ്ടോ. ഇതിൽ കുറച്ച് ട്രേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അടിപൊളി ട്രേഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വീക്ക് കിട്ടാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡും എല്ലാം ഒരു ബെർലിഷ് മൂവ്മെൻറ്റ്, അതേപോലെ തന്നെ ഒരു മാനിപ്പുലേഷൻ മൂവ്മെൻറ്റ് അവസാനിച്ചിട്ടുണ്ട്. ഈ മാനിപ്പുലേഷൻ മൂവ്മെൻറ്റ് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒന്ന് സ്റ്റേബിളായി തുടങ്ങിയിട്ടുണ്ട്. സോ ഈ താരിഫാറും കാര്യങ്ങളും മറ്റത് മറിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ മാർക്കറ്റിലുണ്ടായി. എന്നിട്ട് മാർക്കറ്റ് ഒന്ന് സ്റ്റേബിളായി വന്നിരിക്കുകയാണ്. ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. നമ്മളുടെ സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ വീഡിയോ മാത്രം മറക്കാതെ തന്നെ ലൈക്ക് ചെയ്താൽ മതി. ബാക്കി ഒന്നും നിങ്ങൾ ചെയ്യണമെന്നില്ല. നിങ്ങൾ വീഡിയോ ഒന്നും മറക്കാതെ തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടേക്ക്. നമ്മൾ വീഡിയോയിലെ ലൈക്കിൻ്റെ ടാർഗറ്റ് പറയുന്നത് ഒരു 100 ആണ് കേട്ടോ. സോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് വിടുക മറക്കാതെ തന്നെ. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. സോ നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GBP USD ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ 5 കറൻസീസേ നമ്മൾ നോക്കുന്നുള്ളൂ. 5 കറൻസീസ് നോക്കിയാൽ തന്നെ നമുക്ക് നല്ല രീതിയിലൊരു പ്രോഫിറ്റ് അടിക്കാൻ പറ്റുന്നുള്ളത്. കഴിഞ്ഞ ആഴ്ച നമുക്ക് ഏകദേശം 2 SL ഹിറ്റായി. നമ്മൾ 3 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. 2 SL ഹിറ്റായി, 1 ബ്രേക്ക് ഈവൻ ഹിറ്റായി. നമുക്ക് കഴിഞ്ഞ ആഴ്ച $100, അതായത് നമ്മളെ 2% അക്കൗണ്ടിന് 2% നമുക്ക് ലോസ് ആയിരുന്നു. സോ അതിൻ്റെ മുമ്പത്തെ ആഴ്ച നമുക്ക് ഏകദേശം 7%ഓളം അപ്പായിരുന്നു. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഈ വീഡിയോയുടെ ഫസ്റ്റ് തന്നെ GBPൻ്റെ ഒരു സംഭവങ്ങൾ നോക്കുകയാണ്. GBP നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. GBP എല്ലാം ഒന്ന് അവസാനിച്ച് ഒരു നല്ല ക്വിക്ക് മൂവ്മെൻ്റ് ഒക്കെ കിട്ടി. ഇപ്പോൾ ഒരു കൺസോൾട്രേഷൻ സ്റ്റേജിലാണ്. ഓക്കെ, നിങ്ങളിവിടെ കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു കൺസോൾട്രേഷൻ സ്റ്റേജാണ്. സോ ഈ കൺസോൾട്രേഷൻ സ്റ്റേജിൽ മാർക്കറ്റ് ഇനി എവിടെ എത്തണം എന്നറിയോ. നമുക്ക് ഏകദേശം ഒരു കൺഫ്യൂഷൻ തരുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു സ്വിങ് ആണ്. സോ ഈ സ്വിങ് കൺഫ്യൂഷൻ തരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബ്രേക്കോ സ്ട്രക്ചറായിട്ട് കണക്കൂട്ടാൻ പറ്റുമോ ഇല്ലേ എന്നാണ്. സോ ഞാനിതിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ OB മാർക്ക് ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ഇവിടെ OB മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇനി എന്താണ്, മാർക്കറ്റ് ഈ ഒരു ലെവലിലോട്ട് വരുമോ ഇല്ലേ എന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. ഈ ഒരു മാർക്കറ്റ് ഈ ഒരു ലെവലിലോട്ട് വന്നാലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഇനി ട്രേഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുള്ളൂ. സോ ഞാൻ എല്ലാ കറൻസീസിൻ്റെ ഇത് വരച്ചും കാര്യങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് വരുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ചാർട്ടിൽ പോയി നോക്കുക. ഇതൊക്കെ കറക്റ്റ് ആണോ, നിങ്ങളുടെ സ്ട്രാറ്റജി നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ഓരോ കറൻസിയിലും നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറക്കാതെ തന്നെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് USD JPY ആണ്. USD JPYയിൽ 2 ചാൻസ് ആണുള്ളത്. സോ ലിക്വിഡിറ്റി ബേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ചാൻസ് ആണുള്ളത്. നമുക്കൊരു സ്വിങ് കിട്ടുമ്പോൾ ഓൾറെഡി നമുക്കൊരു ഓർഡർ ബ്ലോക്ക് അവിടെ കിട്ടുമല്ലോ. ആ ഓർഡർ ബ്ലോക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചാണ് നമുക്ക് എന്ത് ഓർഡർ ബ്ലോക്കിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ നമുക്കൊരു റെഡ് ക്യാൻഡിലേറ്റ് ഉണ്ട്. സോ മാർക്കറ്റ് അവിടെ തട്ടിയിട്ട് ചെറുതായിട്ട് റിയാക്ട് ആയിട്ടുണ്ട്. പക്ഷെ ഇതൊരു വിക്ക് ക്യാൻഡിൽ ആയതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് മാർക്കറ്റ് ജനറേറ്റ് ചെയ്യുമോ അതോ മേളിലോട്ട് മാർക്കറ്റ് ജനറേറ്റ് ചെയ്ത് പോകുമോ എന്നുള്ളത് നമ്മൾ നോക്കുക തന്നെ വേണം. സോ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഒരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഈ ഒരു റേഞ്ചിലാണ്. ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് നമുക്കൊരു ലിക്വിഡിറ്റി ബേസ് കൺസെപ്റ്റിൽ നമുക്ക് ഈ ഒരു ഇവിടെ ലിക്വിഡിറ്റി, അതായത് ഇവിടുത്തെ ലിക്വിഡിറ്റി സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും മാർക്കറ്റ് മേളിലോട്ട് പോകുമെന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നുണ്ട്. സോ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യണം. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 50-50 ചാൻസാണ് ഇതിവിടെ അടിയിലോട്ട് വരാൻ. ഇത് ഇവിടെ തട്ടിയിട്ട് തന്നെ അടുത്ത ക്യാൻഡിൽ മേളിലോട്ട് ഈ ഒരു ഇത് സ്റ്റാർട്ടിങ് ക്യാൻഡിൽ തന്നെ ഇത് മേളിലോട്ട് ബ്രേക്ക് ആവാനുള്ളൊരു സാധ്യതയുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഇറങ്ങിയിട്ട് ഇതിൻ്റെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് ഇങ്ങനെ സ്വീപ്പ് ചെയ്തിട്ട് മുകളിലോട്ട് പോകാനുള്ളൊരു സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. സോ എന്തെന്നെ ആയാലും നമ്മൾ വെയിറ്റ് ചെയ്യാൻ തന്നെ വേണം. സോ മാർക്കറ്റ് എന്തായാലും നമ്മുടെ രീതിക്ക് വരുമോ എന്നുള്ളത് നമ്മൾ നോക്കുക തന്നെ വേണം. സോ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഗോൾഡാണ്. പക്ഷെ ഗോൾഡ് നമ്മൾ ഇപ്പോൾ നോക്കുന്നില്ല, ഗോൾഡ് നമ്മൾ അവസാനമേ നോക്കുന്നുള്ളൂ. കാരണം ഗോൾഡിലാണ് നമുക്ക് ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള എൻട്രിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. സോ ഗോൾഡ് നമ്മൾ ഏറ്റവും അവസാനമാണ് നോക്കുന്നത്. വീഡിയോ മറക്കാതെ തന്നെ മുഴുവനായിട്ട് കണ്ടോ, എന്നാലേ ഗോൾഡിൽ എന്താ സംഭവിക്കാൻ പോകണമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സോ നമ്മൾ ബിറ്റ് കോയിനിൽ പോയി. ബിറ്റ് കോയിനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ബിറ്റ് കോയിൻ ഒരു നല്ല മൊമെൻ്റാണ്. സോ മാർക്കറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ മാർക്കറ്റിൻ്റെ നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് ലിക്വിഡിറ്റി സ്പേസ് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചാണ്. ഏകദേശം 91,700 റേഞ്ചാണ്. 91,000. ഇനി $2,000 ഇറങ്ങണം.
ബിറ്റ്കോയിൻ ഇനി $2000 ഇറങ്ങിയാൽ മാത്രമേ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിൻ്റെ മുമ്പിൽ എത്തിയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യുക, കയറി കഴിഞ്ഞാൽ എൻട്രി ഇടരുത്. പ്രൈസ് ഇൻഡ്യൂസ്മെൻ്റ് ആവാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ് അവിടെ. പ്രൈസ് ഇൻഡ്യൂസ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് ചിലപ്പോൾ അവിടുന്ന് നമുക്ക് ഒരു എന്താ പറയുക, നമുക്കൊരു ഫേക്കായിട്ടുള്ള നമ്മളെ SL ഹിറ്റ് ആവാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മെയിനായിട്ട് നമ്മളെ കൺസെപ്റ്റിൽ നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ പോയാലും 100% നമുക്ക് സക്സസ് ആവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ബിറ്റ്കോയിൻ്റെ കാര്യത്തിൽ നമ്മൾ അനലൈസ് ചെയ്ത് എടുക്കുന്നുണ്ട്. സോ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. സോ ഒരുപാട് പേര് ഒരുപാട് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. സോ എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റുന്നില്ല. സോ എല്ലാവരും വീഡിയോയിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് എല്ലാത്തിനും കമൻറ്റ് കൊടുക്കാൻ പറ്റും. സോ എല്ലാവരും വീഡിയോക്ക് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം, എന്നാലേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അടുത്ത നാസ്ഡാക്ക് ആണ്, ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നവർക്കുള്ളതാണ് ഫ്യൂച്ചേഴ്സ്. സോ ഫ്യൂച്ചേഴ്സിൻ്റെ ഫണ്ടഡ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഗോഡ് ഫണ്ടഡ് ഫ്യൂച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ അതൊന്നും എടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഫോറക്സ് മാർക്കറ്റിനെക്കാട്ടും കുറച്ചും കൂടി ടഫാണ് ഫ്യൂച്ചേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ. നമ്മളെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് പോലെ തന്നെയാണ് US സ്റ്റോക്ക് മാർക്കറ്റ്. മാനിപ്പുലേഷൻ വളരെ കൂടുതലായിരിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഒരു ചാൻസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സ്വിങ് കിട്ടിയിട്ടുണ്ട്. സോ ഈ സ്വിങ് നമ്മളിവിടെ മാർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്കൊരു OBയും കിട്ടിയിട്ടുണ്ട്. സോ ഇതൊരു ചെറിയ OB ആണ്, നമുക്ക് വലിയൊരു OB ഇവിടെ വേറെ കിട്ടിയിട്ടുണ്ട്. സോ അത് നമ്മളിപ്പോൾ മാർക്ക് ചെയ്യുന്നില്ല. സോ ഞാൻ എന്തായാലും നാസ്ഡാക്കിൽ അങ്ങനെ ട്രേഡ് എടുക്കാൻ ഉത്സാഹിക്കുന്ന ഒരാളല്ല. ഓക്കെ, സോ നാസ്ഡാക്കിൽ ഞാൻ ട്രേഡ് എടുക്കാറുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ എടുക്കാറുണ്ട്. സോ ഞാൻ അതിൽ ഏറെക്കുറെ ട്രേഡ്സ് ഒഴിവാക്കലാണ്, കാരണം മാനിപ്പുലേഷൻ ഇപ്പോൾ താരിഫ് വാറ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റ് ഏത് നിമിഷം എങ്ങനെ പോകുമെന്ന് പറയാൻ പറ്റില്ല. സോ എങ്ങനെ പോയാലും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, നമ്മളതൊക്കെ റീകവർ ചെയ്തെടുക്കും. സോ അടുത്തത് US ഓയിലാണ്. നമ്മൾ പെട്രോളിൽ ട്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ സംഭവങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ പെട്രോളിൽ ട്രേഡ് ചെയ്യുന്നതാണ് US ഓയിൽ. സോ നമ്മൾ US ഓയിലല്ല, നമ്മൾ റഷ്യൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. സോ US ഓയിലിൽ നമുക്ക് ട്രേഡ് ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ സോ ട്രേഡ് ഉണ്ട്. സോ മാർക്കറ്റ് എവിടെ എത്തണം അറിയോ, ഈ ഒരു റേഞ്ച് നമുക്ക് മാർക്കറ്റ് കവർ ചെയ്തിരിക്കണം. സോ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, മാർക്കറ്റ് ഈ ഒരു റേഞ്ച് കവറായി തന്നെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രേഡ് ഉണ്ട് എന്നുള്ളൊരു സംഭവം നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഈ ഒരു റേഞ്ച് എത്തുമോ ഇല്ലേ എന്നുള്ളത് നമ്മൾ മാർക്കറ്റിൽ നോക്കിയിരിക്കുക തന്നെ വേണം. ചിലപ്പോൾ US ഓയിൽ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നല്ല ഫ്ലക്ച്വേറ്റും വോൾട്ടാലിറ്റിയും, അതായത് വോൾട്ടൈൽ മാർക്കറ്റൊക്കെയാണ്. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഏത് നിമിഷം വേണേലും അടിയിലെത്താം, ഏത് നിമിഷം വേണേലും മേലെ എത്താം. നല്ല നല്ല മൊമെൻറ്റ്സും തരുന്ന ഒരു ഇതാണ് VTI, അതായത് US ഓയിൽ VTI എന്ന് പറയുന്നത്, ക്രൂഡ് ഓയിൽ. അടുത്തത് നമ്മളത് എതേറിയാണ്. എതേറിയും ബിറ്റ്കോയിനും ഏകദേശം ഒരേ ഫ്ലോയിലാണ് പോകുന്നത്. ആ ഒരു ഫ്ലോ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, എതേറിയം കീപ്പ് ചെയ്യുന്നുണ്ട്. സോ ബിറ്റ്കോയിൻ്റെ അതേ ഫ്ലോയാണ് എതേറിയം കീപ്പ് ചെയ്ത് പോകുന്നത്. സോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, എതേറിയത്തിൽ മാർക്കറ്റ് ഇവിടെയാണുള്ളത്. സോ നമുക്ക് SMC പഠിച്ചവർക്ക് അറിയാം ബോഡി ബ്രേക്ക് ആവണം എന്നുള്ളത്. സോ ബോഡി ബ്രേക്ക് ആയിട്ടില്ല, ഇവിടെ വിക്കാണ് ബ്രേക്ക് ആയിട്ടുള്ളത്. സോ നമ്മൾ ഇവിടെയാണ് വരയ്ക്കേണ്ടത്. സോ ഈ ഒരു റേഞ്ചാണ് നമ്മളുള്ളത്. സോ എതേറിയത്തിൽ ഞാൻ അങ്ങനെ ട്രേഡ് ഇടാൻ ഉത്സാഹിക്കുന്ന ഒരാളൊന്നുമല്ല. ഞാൻ ആകെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ബിറ്റ്കോയിൻ മാത്രമാണ് നോക്കുന്നത്. ബിറ്റ്കോയിനിലാണ് നമുക്ക് സേഫായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത് ബിറ്റ്കോയിൻ മാത്രമാണ്. ബിറ്റ്കോയിനിൽ നമുക്ക് അങ്ങനെ അങ്ങോട്ട് വലിയ മൂവ്മെൻറ്റം വന്നിട്ട് മാർക്കറ്റ് നമ്മളെ അക്കൗണ്ട് വാഷ് ഔട്ട് ആക്കുന്ന രീതിയൊന്നുമില്ല. അക്കൗണ്ട് വാഷ് ഔട്ട് ആവുന്നത് എങ്ങനെയാണ്, ലോട്ട് സൈസ് കൺട്രോൾ ചെയ്യാതിരുന്നാൽ, അതേപോലെ തന്നെ മൂഞ്ചി തിരിഞ്ഞ് ട്രേഡ് എടുത്താലൊക്കെയാണ്. ഓക്കെ, സോ നമ്മളുടെ കണക്കിൽ പെടാത്തൊരു കറൻസിയും കൂടി ഉണ്ട്, AUD USD. സോ ഇതിൽ ഞാൻ അധികം നോക്കാറില്ല, ബട്ട് നമുക്കിവിടെ ഒരു ട്രേഡ് ഉണ്ട്. സോ ഇവിടെ നമുക്ക് 50% കവർ ആയിട്ടില്ല, കുറച്ചും കൂടി കയറണം. സോ ഇതനുസരിച്ചിരിക്കും, ഇത് ഞാൻ ചിലപ്പോൾ റീടെസ്റ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ ഇന്ന ടൈം ഫ്രെയിംസിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതൊരു റീടെസ്റ്റ് ആണ്. കറക്റ്റ് റീടെസ്റ്റിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ ഇവിടെ നിന്ന് ട്രേഡ് കിട്ടാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. സോ ഇവിടെ നിന്നാണ് ആ ഡൗൺ സൈഡ് ട്രെൻഡ് ഇതായത്, നമുക്ക് ഇവിടെ നിന്ന് ഒരു ട്രേഡ് കിട്ടാനുള്ള സാധ്യതയും ഒക്കെ കൂടുതലാണ്, കാര്യങ്ങളൊക്കെ കൂടുതലാണ്. സോ നമ്മളെന്തായാലും വെയിറ്റ് ചെയ്യാണ് AUDയിൽ കിട്ടുമെന്നുള്ളത്. AUD നമ്മളെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഒരുപാട് പേരുന്നത് AUDയിലൊക്കെ ട്രേഡ് എടുക്കുന്നുണ്ട്. സോ ഒരുപാട് കറൻസീസ് നോക്കുന്നുണ്ട്. സോ ബേസിക്കലി ഞാൻ ഈ കറൻസി നോക്കുന്നില്ല, ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ആക്കിയിട്ടുള്ളത്. ഓക്കെ, സോ ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലി നമ്മളുടെ പെയർ ആയിട്ടുള്ള XAU USD എന്താണ് ഉള്ളത്, എന്താണ് നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ് നാം നോക്കുന്നത്. സോ ഗോൾഡിലേക്ക് മൂവ് ചെയ്തു.
ഗോൾഡിലേക്ക് നമുക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് നമുക്ക് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ ഉണ്ടായത് കാണാൻ പറ്റും. സോ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റ് ഈ ഒരു റേഞ്ച് കീപ്പ് ചെയ്ത് ഇവിടേക്ക് ഇറങ്ങി വന്നു. സോ ഇറങ്ങി വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടുന്ന് ഷിഫ്റ്റായിട്ട് മുകളിലോട്ട് കയറി. സോ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇവിടെ എന്തുകൊണ്ട് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടന്നിട്ടില്ലേന്ന്. സോ അവിടെ ടൈപ്പിക്കലി അവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടന്നിട്ടില്ല. ഓക്കെ, സോ അവിടെ വിക്ക് ബ്രേക്ക് ആയിട്ടില്ല, അതിൻ്റെ മേലേക്ക് മാർക്കറ്റ് പോയിട്ടില്ല. സോ കറക്റ്റ് ആ ലെവലിൽ എത്തി കീപ്പ് ചെയ്തു, ഒരു ഡബിൾ ടോപ്പ് എന്നുള്ള രീതിയിൽ കീപ്പ് ചെയ്തിട്ട് അടിയിലോട്ട് വന്നു. സോ നമുക്ക് ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഓൾറെഡി കൺഫർമേഷനൊക്കെ ഡണ്ണാണ്. അതായത് മാർക്കറ്റ് ഈ ഒരു ലെവൽ കീപ്പ് ചെയ്ത് വന്നു. മാർക്കറ്റ് എന്ത് ചെയ്തു, ലിക്വിഡിറ്റി റൺ എന്നുള്ള രീതിയിൽ മാർക്കറ്റ് മേളിലോട്ട് പോകാനുള്ളൊരു സാധ്യത 80% ആണ്. ഇനി മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും മാർക്കറ്റിലെ ട്രേഡ് അവസരങ്ങളും. മാർക്കറ്റ് ഇനി എങ്ങനെ ഓപ്പൺ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. നമ്മൾ മാർക്കറ്റിൽ ഇന്ന് രാത്രി എന്തായാലും നമ്മൾ ഓൺലൈനിൽ ഉണ്ടാവും. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് വരെ ഉണ്ടാവും. മാർക്കറ്റ് ഏകദേശം എത്ര 3:30 4:30 കണ്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. സോ ആ ടൈം ആകുമ്പോൾ നമ്മൾ നീക്കും. ആ ടൈമിൽ നീച്ചിട്ട് എന്തായാലും നമ്മൾ മാർക്കറ്റിൽ അനലൈസ് ചെയ്യും. കാര്യങ്ങൾ അടിപൊളിയാണ്. ഗോൾഡിൽ ഇപ്പോൾ നല്ല നല്ല ട്രേഡ്സ് നമുക്ക് കിട്ടലുണ്ട്. ഓക്കെ, ട്രേഡ്സ് നമുക്ക് നല്ല രീതിയിൽ നല്ല ഫ്ലോ ഉള്ള ട്രേഡ്സ് കിട്ടലുണ്ട്. സോ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. സോ എല്ലാവരും ഈ വീഡിയോ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തോ. സോ നമ്മൾ എല്ലാ കറൻസീസും നമ്മളിലുള്ള എല്ലാ കറൻസീസും നമ്മൾ ആഡ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഇതിന് പുറമെ വേറെ ഏതെങ്കിലും കറൻസി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ തന്നെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്തോ. ആ കറൻസി നമ്മൾ അടുത്ത വീഡിയോയിൽ ഓരോ പെയറായിട്ട് നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, ഓരോ വീഡിയോയിൽ ഓരോ പെയറോ 2 പെയറൊക്കെ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യും. സോ എല്ലാവരും മറക്കാതെ തന്നെ എന്ത് ചെയ്യുക, ബുക്ക് ചെയ്ത് വെച്ചോ. ഓക്കെ, കമൻറ്റ് ചെയ്തോ എല്ലാവരും. സോ ഇതിൻ്റെ ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 100 ആണ്. എല്ലാവരും ലൈക്ക് ചെയ്ത് വിട്ടോ കേട്ടോ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മൾ എല്ലാം കവർ ചെയ്തു. തിങ്കളാഴ്ചത്തെ ഇത് നമ്മളുടെ ഒരു ലോങ് വീഡിയോ ആണ്. ഇനി എല്ലാം ലോങ് വീഡിയോസാണ്. സോ നമ്മൾ ട്രേഡിങ്ങിന് കുറേ ബിഗിനേഴ്സ് നമ്മളെ അടുത്ത് വന്നിട്ടുണ്ട്. സോ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇനി നമ്മൾ ബോർഡ് വാങ്ങിയിട്ട് ബോർഡിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കും. ബോർഡിൽ നമ്മൾ വരച്ച് കാണിക്കും. സോ എല്ലാവർക്കും ഇങ്ങനെ മനസ്സിലായിക്കൊള്ളുന്നില്ല. എല്ലാവർക്കും ബോർഡിൽ വരച്ച് കാണിച്ചുള്ള രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ ഇനി വീഡിയോസ് ഇടാൻ പോകുന്നത്. സോ എല്ലാവരും ഫോളോ ചെയ്തോ. നമ്മളെല്ലാം ഇതാക്കിയിട്ട് നമ്മൾ പോകും. ഓക്കെ, സോ എല്ലാം നമ്മൾ കവർ ചെയ്യും. നമ്മൾ ഡേ ബൈ ഡേ നമ്മൾ മെച്ചപ്പെടുത്താൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും മനസ്സിലാവാനുള്ള രീതിയിൽ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും സൈനിങ് ഔട്ട്.